എൻ്റെ എഴുത്ത് ജീവിതത്തിലെ നിർണായകമായ കാലഘട്ടത്തിലെ ചില അക്ഷരങ്ങളാണ് ഈ കഥകളുടെ രൂപത്തിൽ വന്നിട്ടുള്ളത്. സമൂഹത്തിൽ ഒരു സ്ത്രീയും പുരുഷനും അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന നിർണായക ഘട്ടങ്ങളെ എങ്ങനെ തരണം ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നില്ലേ, തരണം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഈ കഥകളിൽ ഞാൻ കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ളത്. ചൂണ്ടക്കാരി എന്ന ഈ പുസ്തകത്തില് ഒരു 14ഓളം കഥകളാണ് ഇതിലുള്ളത്. പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എഴുത്ത് ജീവിതത്തിലെ നിർണായകമായ കാലഘട്ടത്തിലെ ചില അക്ഷരങ്ങളാണ് ഈ കഥകളുടെ രൂപത്തിൽ വന്നിട്ടുള്ളത്. ഇതില് എൻ്റെ കാഴ്ചപ്പാടിലാണെങ്കിൽ ഒരു സ്ത്രീ സമൂഹത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ എല്ലാ കഥകളിലും സ്ത്രീ കഥാപാത്രങ്ങൾക്കല്ല പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്, പുരുഷ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള കഥകളും ഇതിലുണ്ട്. ഒരു സമൂഹം എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീയും പുരുഷനും ഉൾപ്പെടുന്നതാണ്. സമൂഹത്തിൽ ഒരു സ്ത്രീയും പുരുഷനും അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന നിർണായക ഘട്ടങ്ങളെ എങ്ങനെ തരണം ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നില്ലേ, തരണം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഈ കഥകളിൽ ഞാൻ കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ളത്. ഈ പുസ്തകത്തിലെ ആദ്യത്തെ കഥയാണ് ചൂണ്ടക്കാരി. ചൂണ്ടക്കാരിയിലെ പ്രധാന കഥാപാത്രം എന്ന് പറഞ്ഞാൽ കായൽ തുരുത്തേൽ മറിയയാണ്. മറിയ എന്ന് പറഞ്ഞാല് ജനനം മുതൽ തന്നെ കുറേയധികം അപകർഷതാബോധത്തിലൂടെ കടന്നു വന്ന ഒരു പെൺകുട്ടിയാണ്. അമ്മയില്ല, ആരുമില്ല, ഒറ്റയ്ക്കാണ് അവളുടെ ജീവിതം. ആ ഒറ്റയ്ക്കുള്ള അവൾക്ക് കൂട്ടായിട്ട് കുറെ മീനുകളാണുള്ളത്. മീനുകളെ അവൾ ചിലപ്പോൾ പ്രണയത്തോട് നോക്കും, ചിലപ്പോൾ അവയെ അവളുടെ കാമുകന്മാരായി സങ്കല്പിക്കും. അവൾക്ക് സ്നേഹിക്കാൻ അല്ലെങ്കിൽ അവൾക്ക് അവളുടെ ദുഃഖങ്ങൾ പറയാൻ, കരയാൻ ഒക്കെ അവൾക്ക് കൂട്ടായിട്ടുള്ളത് കുറെ മത്സ്യങ്ങളാണ്. സമൂഹത്തിൽ അവൾ അനുഭവിക്കുന്ന ഒരുപാട് കുറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ പുരുഷ സമൂഹം അവളെ കാണുന്ന രീതിയും അവളെ പുച്ഛിക്കുന്ന രീതിയും, ഇതിനൊക്കെ അവൾ കൊടുക്കുന്ന ഒരു പ്രതികാരം എന്ന് പറയുന്നത് മൗനമാണ്. മൗനത്തിലൂടെ തന്നെയാണ് അവൾ പ്രതികരിക്കുന്നത്. പക്ഷെ അതിന് വല്ലാത്തൊരു യുദ്ധത്തിന്റെ മുഖവുമുണ്ട്. അവളെ പ്രണയിക്കുന്ന ഒരാള് ആണ് ആൻറ്റപ്പൻ. ആൻറ്റപ്പന് ഈ മറിയയോടുള്ള പ്രണയം തുറന്നു പറയാൻ പേടിയാണ്. മറിയെ യഥാർത്ഥത്തിൽ എല്ലാവർക്കും പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഭയമാണ്. ഈ ഒറ്റപ്പെട്ട സ്ത്രീകളെല്ലാം വളരെയധികം ധൈര്യമുള്ളവരായിരിക്കും. കാരണം അവർക്ക് സമൂഹത്തിന്റെ ചില രീതികളെ അവർക്ക് റെസിസ്റ്റ് ചെയ്യാനായിട്ട് അവർ സ്വയം ബലവാന്മാർ ആയും ഒക്കെ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കഥാപാത്രമാണ് ഇതിലെ മറിയ എന്ന കഥാപാത്രം. അവസാന ഘട്ടത്തിൽ മറിയ അവളുടെ ആഗ്രഹ സമ്പൂർത്തീകരണമായിട്ടാണ് എന്ന് ചിലർക്ക് വേണമെങ്കിൽ ആ കഥയുടെ അവസാനം വായിക്കാം. കഥയുടെ അവസാനം വായനക്കാരുടെ ഒരു തീരുമാനത്തിന് വേണ്ടി ഞാൻ വിട്ടിരിക്കുകയാണ്.